നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ സമാപന വാക്യങ്ങളാണ് 6-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. 6-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണ് യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറയുന്നതും ഇനി അക്ഷയമല്ലാത്ത സ്നേഹം, അക്ഷയം അതിൻ്റെ എതിർപദം ക്ഷയം എന്നുള്ളതാണ്. അക്ഷയമായ എന്നുള്ള വാക്കിൻ്റെ മൂല ഗ്രീക്ക് ഭാഷയിലെ വാക്കെടുത്ത് നോക്കിയപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അർത്ഥങ്ങൾ മങ്ങാത്ത, മരിക്കാത്ത, നശിക്കാത്ത, നിത്യമായ, ഈ 4 അർത്ഥങ്ങളാണ് ആ വാക്കിന് ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. മങ്ങാത്ത, മരിക്കാത്ത, നശിക്കാത്ത, നിത്യമായ. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മങ്ങാതെ സ്നേഹിക്കുന്ന, നശിക്കാതെ സ്നേഹിക്കുന്ന, നിത്യമായി സ്നേഹിക്കുന്ന എന്നൊക്കെ അതിനെ തർജ്ജമ ചെയ്യാം. ഇവിടെ തർജ്ജമ ചെയ്ത ആളുകൾ അതിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം അക്ഷയമായ സ്നേഹമാണോ? ക്ഷയിക്കാത്ത ഒരു സ്നേഹമാണോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൃപ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പമാണ്, അല്ലേ? അങ്ങനെ സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മോട് കൂടെ ദൈവത്തിൻ്റെ കൃപ ഇരിക്കണമെങ്കിൽ നാം എങ്ങനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം? അക്ഷയമായി, അല്ലെങ്കിൽ ക്ഷയിക്കാത്ത സ്നേഹത്തിൻ്റെ ഉടമകളായിരിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് ക്ഷയം വരാറുണ്ടോ? ക്ഷയം ഉണ്ടല്ലേ? അതെ, വരാറുണ്ട്. അങ്ങനെ ക്ഷയം നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വന്നാൽ കൃപ നമ്മളോട് കൂടെ ഇരിക്കുകയില്ല എന്നാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൃപ നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ, കൃപ യഥാർത്ഥത്തിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ നാം മരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ് നാം ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ. ആ കൃപയിൽ നിന്ന് നാം മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. നാം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ എന്തെന്നാണ്? പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ നാം കൃപയിലല്ല ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ മേൽ കർത്തൃത്വം നടത്താനായിട്ട് ആർക്ക് കഴിയും? പാപത്തിന് കഴിയും. അപ്പോൾ നാം അങ്ങനെ പാപം കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ നിയന്ത്രിക്കുക എന്നാണ്. പാപത്തെ നാം നിയന്ത്രിക്കുന്നതിന് പകരം പാപം
നമ്മെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. എങ്ങനെ? നാം കൃപയ്ക്ക് അധീനരായി ജീവിച്ചില്ലെങ്കിൽ. അപ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമാണോ? കൃപ തരണമേ എന്ന് നമുക്ക് ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കൃപ തരണം എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയുമോ? ഇല്ല. അതങ്ങനെ ചോദിച്ച് വാങ്ങുന്ന, ചോദിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമല്ല കൃപ. കൃപ ലഭിക്കാനായിട്ട് നാം എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ആളുകൾക്ക് ലഭ്യമായ കാര്യമാണ്. ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവൻ്റെ കൃപയിൽ തന്നെയാണ് നാം വസിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ മേൽ ഉളവാകുന്നതായ കാര്യമാണ്. അപ്പോൾ കൃപ ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആ കൃപ അങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചാൽ, നാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും കുറഞ്ഞു പോയാൽ, പിന്മാറിപ്പോയാൽ ആ കൃപ നമ്മളിൽ നിന്നും മാറ്റപ്പെടും. അല്ലേ? കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മിക്കവാറും ലേഖനങ്ങളൊക്കെ പറഞ്ഞ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ആശംസയായിട്ട് പറയുന്നുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, എന്നാൽ ഒരല്പം വ്യത്യാസപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ നാം കർത്താവിനെ സ്നേഹിക്കുന്നത് അക്ഷയമായിട്ടാണോ? ആണോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാ? രാവിലെ സ്നേഹം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പം പിന്നെ നമ്മൾ ആ സ്നേഹത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോയി, പിന്നെ ദൈവത്തോട് സംസാരമില്ല, ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. നമുക്ക് പല 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 നൂറ് കാര്യങ്ങളുമായിട്ട് നമ്മളങ്ങനെ മുമ്പോട്ട് പോകും. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പാട്ടാണ് തിരുവത്താഴ് ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പാടിയത്, അല്ലേ? ആ സ്നേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പാടിയേ? ഒത്തിരി കാര്യങ്ങൾ പാടി. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? കരുണാസമ്പന്നനായ ദൈവമോ നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം. ഒരു വലിയ സ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ എന്താ നമുക്ക് തോന്നുക? എന്താ തോന്നുക? അല്ലേ? എന്താ തോന്നുക? ആരൊന്നും മറുപടി പറയാനില്ല. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക? ദേഷ്യം തോന്നും, അല്ലേ? ദൈവം നമ്മെ നമ്മളോട് കാണിച്ച മഹാസ്നേഹം ഈ ശുശ്രൂഷയിലൂടെ നാം ഓർത്തത് അതാണ്. ആ ശുശ്രൂഷയുടെ സമയത്ത് പാടിയ പാട്ടിൽ നാം അതാണ് ഓർത്തത്. ദൈവസ്നേഹത്തെക്കുറിച്ച് നാം ഒത്തിരി പാടാറുണ്ട്, അല്ലേ? ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ച് നാം ഒത്തിരി പാടുകയും അത് ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ ഓർത്ത് സ്വർഗത്തിലൊരു പാട്ടുണ്ടോ? ദൂതന്മാര് അവിടെ ഇരുന്ന് കൽപ്പനയിലുള്ള സഹോദരീ സഹോദരന്മാരുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അവിടെ ദൂതന്മാരൊരു പാട്ട് പാടുമോ? ആരും ഒന്നും പറയുന്നില്ല. സാധ്യത കുറവാണ്, അല്ലേ? എല്ലാവരും ഒരു മഞ്ഞളിച്ച ചിരിയുമായിട്ടാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൽ ദൂതന്മാർ എന്തെല്ലാം പാടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. ചില പാട്ടുകളൊക്കെ നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് ദൂതന്മാർക്ക് അറിയാൻ കഴിഞ്ഞാൽ, അറിയുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, അറിയാൻ കഴിഞ്ഞാൽ അവരവിടെ പാട്ട് പാടും. അയ്യോ, ആ കൽപ്പനയിലെ സഹോദരന്മാർ ദൈവത്തെ എത്ര അധികമായി സ്നേഹിക്കുന്നു എന്നൊക്കെ ഓർത്ത് അവർ ഒരുപക്ഷെ പാടുമായിരിക്കും. ഇതൊക്കെ വെറും ഭാവനകളാണ്. എന്തായാലും ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. സന്തോഷമുള്ളപ്പോഴെന്താ ഉണ്ടാവുക? പാട്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ പിന്നെ പാപികളായിട്ടുള്ള നമ്മളൊക്കെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും അക്ഷയമായി സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ
സ്വർഗത്തിലൊരു അധിക സന്തോഷം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലേ? സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ച് സ്വർഗത്തിൽ ദൂതന്മാർ ഇനി മുതൽ പാട്ട് പാടണം സന്തോഷം കൊണ്ട്. എന്താണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം? അവർ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പം നമ്മൾ പറയും, എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് ആളുകളുടെ ഹൃദയത്തിലുള്ള ദൈവസ്നേഹത്തെ അറിയാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ, ടെസ്റ്റ് ഉണ്ട്. അവൻ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വേറൊന്നുമില്ല. വേറെ ഒരു പരിപാടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സഹോദരന്മാരെ അല്ലെങ്കിൽ ദൈവജനത്തെ, ദൈവിക പരിപാടിയെ, ദൈവസഭയെ ഒക്കെ ഒരാൾ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം ഉണ്ട്. അപ്പം അതാണ് അതിനുള്ള ടെസ്റ്റ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് നമ്മൾ ആരുടെ ശിഷ്യന്മാരെന്ന് പറയും? ശിഷ്യന്മാരെന്ന് പറയും. അപ്പോൾ ദൈവത്തോടുള്ള ഈ ദൂതന്മാർക്ക് ഒരിക്കലും സർവജ്ഞാനമില്ല, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൂതന്മാർ അപ്പോൾ നമ്മുടെ ദൈവസ്നേഹത്തെ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള ഇടപാട്, അല്ലേ? നമ്മൾ തമ്മിലുള്ള ഇടപാട് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ഭാഷ അവിടെ ദൂതന്മാർക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചാണ് അതിന് തൊട്ട് മുമ്പുള്ള വാക്യം പറയുന്നത്. നമ്മളിപ്പോൾ അവസാനത്തെ വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 23-ാമത്തെ വാക്യത്തിൽ, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലന്റെ മറ്റൊരു ആശംസ. അപ്പം എന്തൊക്കെ ഉണ്ടാവണം? സമാധാനം ഉണ്ടാകണം, കൃപയുണ്ടാവണം, സ്നേഹമുണ്ടാകണം. പക്ഷെ ആ സ്നേഹം എവിടെ നിന്ന് ഉത്ഭവിക്കണം? എന്തിനാൽ ഉളവാകണം? വിശ്വാസത്തിൽ നിന്ന് ഉളവാകണം. എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ദൈവമക്കളെ കണ്ടാൽ എനിക്ക് ഒട്ടും പിടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യരെ എനിക്ക് ഒട്ടും സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറയുന്നത്? കള്ളൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്നത് വഴി ലഭിക്കുന്നതായിട്ടുള്ള കൃപകൾ, ആ കൃപയ്ക്ക് കീഴിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പലരും പറയാറുണ്ട്, ഈ എത്ര നോക്കിയിട്ടും അങ്ങ് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട് ജീവിക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കും, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരുമാനമൊക്കെ കാറ്റിൽ പറന്നു പോയി. പിന്നെയും തദൈവ, അല്ലെ? അങ്ങനെ ഒരു വാക്കുണ്ട്, പിന്നെയും തദൈവ. എന്തായിരിക്കും ഒരു പക്ഷേ കാരണം? എത്ര നോക്കിയിട്ടും പാപത്തിൻ്റെ മേൽ വിജയമില്ല, എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല. വചനത്തിൽ അതിനൊരു ഉത്തരവുണ്ട്, ഒരു ഒറ്റ മൂല്യമാണ് ആ ഉത്തരം. എന്താണ്? കൃപയുടെ കീഴിലല്ല നാം. അതുകൊണ്ട് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ കൃപയുടെ കീഴിലേക്ക് ഒരുപക്ഷെ പണ്ട് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. നമ്മൾ ലോകത്തെ സ്നേഹിച്ചു, നമ്മെ തന്നെ സ്നേഹിച്ചു. സ്വസ്നേഹികൾ നമ്മെ തന്നെയോ ലോകത്തെയോ അല്ലെങ്കിൽ നമുക്കുള്ള എന്തിനെയെങ്കിലുമൊക്കെയോ നാം സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കാരണം അത് മാമോനാണ്. ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തെ ഒഴികെ ബാക്കി എന്തിനെ നാം സ്നേഹിച്ചാലും അത് മാമോൻ്റെ വിഭാഗത്തിൽ വരും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കൃപയിൽ നിന്ന് അങ്ങോട്ട് വീണ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃപയിൽ നിന്ന് വീണ് പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എന്തെങ്കിലും ഒക്കെ ചെറിയ നന്മകളൊക്കെ വല്ലവർക്കും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ ദശാംശം കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ സഭായോഗങ്ങൾക്കൊക്കെ വരുന്നുണ്ട്, രാവിലെ ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവളാണ് എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ദൈവസ്നേഹത്തെ ഒന്നും നമുക്ക് അങ്ങനെ അളക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തോടുള്ള അക്ഷയമായിട്ടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പാപത്തിൻ്റെ മേലുള്ള വിജയം.
കാരണം അവർ മാത്രമാണ് ദൈവകൃപയുടെ കീഴിൽ വസിക്കുന്ന ആളുകൾ. ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയോ, മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയോ. നമ്മെ പൊതിഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മെ ചുറ്റിയിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ എൻ്റെ മുൻപും പിൻപും മുകളിലും സൈഡിലും ഒക്കെ കർത്താവ് കൃപ നൽകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പൊതിഞ്ഞ് എന്തായിരിക്കുന്നത്? കൃപയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പാപത്തിനടിമയായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന മുഴുവൻ കൃപയാണെങ്കിൽ. ഈ കൃപ പുതിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റും ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ കൃപയാണ് എങ്കിൽ ഈ പാപ ജീവിതവും പാപത്തിൻ്റെ അടിമത്വവും എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴാണ് നമുക്ക് ഈ പാപത്തിൻ്റെ മേൽ വിജയമില്ലാതെ വരുന്നതെന്ന് അറിയാമോ? നമ്മൾ ആ കൃപ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്, കൃപയിൽ നിന്ന് മാറിക്കഴിയുമ്പോഴാണ്. അത് ദൈവം കൃപ പിൻവലിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം കൃപ പിൻവലിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ആ കൃപയുടെ കീഴിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാറിപ്പോയാലും ഇനി കർത്താവ് പിൻവലിച്ചാലും രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. കർത്താവ് പിൻവലിക്കുകയില്ല. കർത്താവ് ആ കൃപയുടെ കീഴിൽ നാം നിൽക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കതിനു വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും ശാസനങ്ങളും ഒക്കെ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കാൻ തയ്യാറില്ലാതെ നാം വിട്ടു മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം വീണ്ടും ആ കൃപ നമ്മെ പൊതിയുന്നതിൽ നിന്ന് നാം മാറിപ്പോയാൽ പിന്നെ നമ്മുടെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് പാപത്തിനാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എത്ര പരിശ്രമിച്ചിട്ടും നന്നാകാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പരിശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമ്മൾ ഒരു പരിശ്രമവും വേണ്ട. ആ കർത്താവിൻ്റെ കൃപയുടെ കീഴിലേക്ക് അങ്ങ് ചെന്ന് നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാനായിട്ട് കഴിയുന്നതല്ല. ഇനി അവിടെ നിന്ന് മാറിപ്പോയിട്ട് നമ്മൾ എത്ര തീരുമാനമെടുത്താലും, എത്ര ശ്രമിച്ചാലും, എത്ര നന്നായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും, ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും നന്നായിട്ട് ജീവിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നവരാ, അല്ലേ? ശരിയല്ലേ? നന്നാവണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഇല്ലേ? പക്ഷെ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ റൂട്ട് തെറ്റിയാ പോകുന്നത്. സഹോദരനെ ഓർമ്മിപ്പിച്ചു ഓടുന്നതിനുള്ള പ്രമാണങ്ങളല്ലേ. നമ്മളുടെ ഓട്ടം നമ്മളുടെ വഴിക്കാണ്, പലപ്പോഴും നമ്മളുടെ രീതിയിലാണ്. ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പം എപ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജഡത്തിലൊരു മാനസാന്തരം ഉണ്ടാകും. അത് ആത്മാവിനെ ഒന്നും സ്പർശിക്കുന്നില്ല. കാരണം കൃപയുടെ കീഴിലല്ല നമ്മളിരിക്കുന്നത്. കൃപയുടെ കീഴിലേക്ക് വരുവാനും അതുപോലെ സമാധാനവും ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തോടു കൂടിയുള്ള സ്നേഹവും കൃപയും നമുക്ക് ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. റെക്കോർഡിംഗ് ഓഫ്. നമുക്ക് ഒരു പാട്ട് പാടി